നമ്മുടെ ഭക്ഷണ രീതിയുടെ ഏറ്റവും വലിയ പ്രശ്നം ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടാത്തതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെ ഒരു ഹെൽത്തി മീൽ പ്രിപ്പയർ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ഹെൽത്തി മീലിൽ 4 തരം അവശ്യ ന്യൂട്രിയൻസ് ഉള്ളതായിരിക്കണം. അതിൽ പ്രോട്ടീൻ ഉണ്ടാവണം, നമ്മുടെ മസിൽസ് ബിൽഡ് ചെയ്യാനും സ്ട്രോങ് ആക്കാനും. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവണം, ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എനർജി കിട്ടാൻ. ഫാറ്റ് ഉണ്ടാവണം, നമ്മുടെ ബോഡിക്ക് വൈറ്റമിൻസ് ഒക്കെ അബ്സോർബ് ചെയ്യാനായിട്ട്. പിന്നെ ഫൈബർ ഉണ്ടാവണം, കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ റെഗുലേറ്റ് ചെയ്യാനും. ഈ 4 ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ള മീലാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതിന് ആദ്യം നമുക്ക് സോയാബീൻസ് എടുക്കാം. ഇതൊരു പ്ലാന്റ് ബേസ്ഡ് പ്രോട്ടീനാണ്. 100 ഗ്രാം സോയാബീൻ എടുക്കാം. ഇതിൽ 52 ഗ്രാം പ്രോട്ടീനും 345 കാലറീസും ഉണ്ട്. രണ്ടാമത് മുട്ട. ഇതൊരു അനിമൽ ബേസ്ഡ് പ്രോട്ടീനാണ്. 2-3 മുട്ട എടുക്കാം. 2 എണ്ണം ആണെങ്കിൽ 12 ഗ്രാം പ്രോട്ടീനും 156 കാലറീസും ഉണ്ടാവും. 3 എണ്ണം ആണെങ്കിൽ 18 ഗ്രാം പ്രോട്ടീനും 234 കാലറീസും ഉണ്ടാവും. മൂന്നാമത് ചോറ്. ഇതൊരു 150 ഗ്രാം എടുക്കാം. ഇതിൽ 56 ഗ്രാം കാർബോഹൈഡ്രേറ്റ്സും 240 കാലറീസും ഉണ്ട്. നാലാമത് വെജിറ്റബിൾസ് ആണ്. കുറച്ച് കുക്കുംബറും ക്യാരറ്റും കട്ട് ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് നമുക്ക് ഫൈബർ കിട്ടുന്നതായിരിക്കും. അവസാനത്തേത് തൈര്. ഇതും ഒരു 150 ഗ്രാം എടുക്കാം. 150 ഗ്രാം തൈരിൽ 4 ഗ്രാം പ്രോട്ടീനും 92 കാലറീസും ഉണ്ട്. 6.5 ഗ്രാം ഫാറ്റും ഉണ്ടാവും. തൈരിൽ നിന്ന് നമുക്ക് ഹെൽത്തി ഫാറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു മീലിൽ ആഡ് ചെയ്യാം. ഇതാണ് ഒരു ഹെൽത്തി മീല്. ഫുള്ളി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു മീലാണിത്. ചോറ് കാർബോഹൈഡ്രേറ്റ്സിന് വേണ്ടിയും, സോയാബീൻസും മുട്ടയും പ്രോട്ടീന് വേണ്ടിയും, കുക്കുംബറും ക്യാരറ്റും ഫൈബറിന് വേണ്ടിയും, തൈര് ഫാറ്റിന് വേണ്ടിയും. അങ്ങനെ ഇതെല്ലാം കൂടി ടോട്ടൽ 68 ഗ്രാം പ്രോട്ടീനും 835 കാലറീസും ഉണ്ടാവും. ഇത് ലഞ്ചായിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇത്രയും പെർഫെക്റ്റ് ആയിട്ടൊന്നും നമുക്ക് ഡെയിലി ഇത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ചെറുതായിട്ടെങ്കിലും എല്ലാം ഒന്ന് ആഡ് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക.